ചോറിന് സൈഡായിട്ട് ഈ ഒരൊറ്റ തേങ്ങ ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് ചോറ് വേണമെങ്കിലും ഇരുന്ന് ഇരിപ്പിന് കഴിച്ചു കേട്ടോ. നല്ല ചൂടൻ കുത്തിരിച്ചോറിന്റെ സൈഡിലേക്ക് ഇതുപോലെ ഒരു തേങ്ങ ചമ്മന്തി കൂടി കൂട്ടി നമ്മുടെ ചോറുണ്ടാലുണ്ടല്ലോ, എന്നാ ടേസ്റ്റാന്ന് അറിയാമോ? അപ്പൊ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് ഒന്നും കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കനലിൽ ഒന്നും കൂടി ചുട്ടെടുത്താലും മതിയാവും കേട്ടോ. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു 4-5 വറ്റൽമുളക് ഇതേപോലെ നന്നായിട്ട് ഒട്ടും തന്നെ കഴിഞ്ഞൊന്നും പോവാതെ ഇങ്ങോട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഉണങ്ങിയ ഒരു മിക്സിയുടെ ജാറാട്ടോ. ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളകും അതേപോലെ തന്നെ കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4-5 അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞുള്ളി എടുത്തിട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയാണ് മെയിൻ ചേരുവയായിട്ടുള്ള നമ്മുടെ തേങ്ങ ചിരകിയത് എടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒതുക്കി അരച്ചെടുത്തോണ്ട് വരാം. ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയ്ക്കണ്ട കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കൂടെ ഒതുക്കിയെടുത്ത് അരച്ചെടുത്തോണ്ട് വന്നാൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ തേങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ എത്ര പ്ലേറ്റ് ചോറ് വേണമെന്നുണ്ടെങ്കിലും ആരാണെങ്കിലും ഇരുന്ന് കഴിച്ചോവും. അതൊക്കെ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.